ജെക്സി തോമസ്, ഇവിടെയുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ക്വിഡ് പ്രോക്കോ ആരോപണം വിജിലൻസ് കോടതി നിരാകരിച്ചിരിക്കുന്നു. മുകളിലും കോടതികളുണ്ട്. ആ കോടതികളിലേക്ക് മാത്യു കുഴൽനാടനും കോൺഗ്രസ് പാർട്ടിയും പോകുമായിരിക്കും. അത് മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രതിഫലം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയുള്ള കാര്യത്തിൽ SFIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ പറഞ്ഞ വിജിലൻസ് കോടതി വിധി അച്ചട്ടാണെങ്കിൽ, അത് സ്വാഗതാർഹമാണെങ്കിൽ, ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും ഈ പറഞ്ഞ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർദ്ദേശവും ഒക്കെ അതേപോലെ അച്ചട്ടാവണ്ടേ, അതേപോലെ സ്വാഗതാർഹമാവണ്ടേ? നേരത്തെ സൂചിപ്പിച്ച കർണാടക ഹൈക്കോടതി വിധിയും അതുപോലെ ആവണ്ടേ? ഫ്രോഡലന്റ് ട്രാൻസാക്ഷൻസ് എന്നാണ് വീണ വിജയനും ഈ പറഞ്ഞ കമ്പനിയും തമ്മിലുള്ള ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വസ്തുത അവിടെ നിൽക്കുകയാണ്. സമ്പൂർണ്ണമായി ഈ സംഭവം എല്ലാം തീർന്നു എന്നൊന്നും വിചാരിക്കണ്ട. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരവും ഇല്ല. മാത്രമല്ല, ഇതിനേക്കാൾ വലിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ആദരണീയനായ വയനാട് MP വിശേഷിപ്പിച്ച സംഘത്തെ കത്തയച്ച് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന BJPയുടെ അടിമ സംഘമാണ് കേരളത്തിലെ രാഷ്ട്രീയ ഞരമ്പ് രോഗികളായിട്ടുള്ള നമ്മുടെ പുതു കോൺഗ്രസ് നേതൃത്വം. അവർ ക്ഷണിച്ചുകൊണ്ടുവന്ന അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഞങ്ങൾ ആരെങ്കിലും വിറച്ചോ? ഞങ്ങൾ ആരെങ്കിലും? നമ്മുടെ കുണ്ടറ MLA കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. ഞങ്ങളുടെ അശോക് ചൗഹാൻ എന്തുകൊണ്ട് BJP ആയി? കുണ്ടറ MLA പ്രസംഗിച്ചത് അദ്ദേഹം രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞു. ED വന്നു, അടുക്കള കയറി, എനിക്ക് ഈ മുള്ളാൻ മുട്ടുന്നു, നേരെ നിൽക്കാനാകുന്നില്ല, അതുകൊണ്ട് BJPയിൽ പോവാ. എത്ര പേരെ വന്നു? കോൺഗ്രസ് ക്ഷണിച്ചുകൊണ്ട് വന്ന RSSന്റെ അടിമസംഘം എത്ര തവണ രാത്രിയും രാവിലെയും ഇല്ലാതെ ഇവിടെ അടിമപ്പണിയെടുത്തു? രോമത്തെ തൊടാൻ കഴിഞ്ഞോ കോൺഗ്രസ് നേതാവേ? രോമത്തെ തൊടാൻ? സെക്രട്ടേറിയറ്റിന് തീ പിടിച്ചു, ഈന്തപ്പഴത്തിനുള്ളിൽ കുരു കടത്തി, അതിനുള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഖുറാനിനുള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ തീവ്രവാദ കേസിലെ പെൺകുട്ടി പങ്കെടുത്തു. അതോടൊപ്പം CCTV കത്തി നശിച്ചു പോയി. എത്രയൊക്കെ ആരോപണങ്ങൾ വന്നു. ഓരോ ആരോപണത്തിനും RSSന്റെ അടിമസംഘത്തെ പോയി വിളിച്ചുകൊണ്ട് പല്ലക്കിൽ കയറ്റിക്കൊണ്ട് വന്ന രണ്ടാം അടിമസംഘത്തിന്റെ പണിയായിരുന്നല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നത്. രോമത്തെ തൊടാൻ പറ്റിയോ? ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റിയോ? ഒരു ചുക്കും സംഭവിച്ചില്ല. ഇനിയും ഞങ്ങൾ ആർജവത്തോടെ പറയുന്നു, ഒരു 10,000 തവണ SFI ആവട്ടെ, ROC ആവട്ടെ, RSSന്റെ അടിമസംഘം കോൺഗ്രസ്സുകാർ ക്ഷണിച്ചുകൊണ്ട് 1000 തവണ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഒരു പുല്ലും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. വർദ്ധിച്ച വീര്യത്തോടു കൂടെ തന്നെ RSSന്റെ അടിമസംഘത്തെയും അതിന് ദാസ്യപ്പണി എടുക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഞരമ്പ് രോഗി സംഘത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. പിന്നെ 2 വാചകങ്ങൾ കൂടെ എനിക്ക് ആ BJP നേതാവിനോടൊന്ന് പ്രതികരിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യം എന്നുള്ളത്, അല്ലേ? ആങ്കർ സൂചിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ഏതോ അഭിഭാഷകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കാര്യം. അഭിഭാഷകന്റെ പാണ്ഡിത്യം ഉപയോഗിച്ച് എങ്ങനെയാണ് NDA എന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെ എങ്ങനെയാ ND അലയൻസ്, ND സഖ്യം അങ്ങനെയാണോ നിങ്ങൾ വിളിക്കാറുള്ളത്? അല്ലല്ലോ. അതോ ഇനി ഇൻക്ലൂസീവ്നെസ്സോ നാഷണൽ ഡെമോക്രസി എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത്? അല്പമൊക്കെ നിലവാരം വേണം. നിലവാരം BJP ആഫീസിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്ത് വല്ലതും പോയിട്ടിരുന്ന് പഠിച്ചിട്ടാണെങ്കിലും അത് ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്താ അങ്ങ് കരുതിയിട്ടുള്ളത്? ND സഖ്യത്തിന്റെ നേതാവിനെ കുറിച്ച് പറയുന്നു, അല്ലേ? ND സഖ്യത്തിന്റെ നേതാവിനെ കുറിച്ച് അങ്ങോട്ട് ചോദിച്ചാലോ? 3000 അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് ആ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവ്, അയാളുടെ വക്കാലത്തുമായിട്ടല്ലേ ഇപ്പോൾ ഈ ചർച്ച വന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗതികേടുണ്ടോ? 3000 സ്ത്രീകളെ പീഡിപ്പിച്ച് അതിന്റെ അശ്ലീല ദൃശ്യം ഷൂട്ട് ചെയ്തവനെ ഇന്ത്യയിൽ നേതാവാക്കി അവതരിപ്പിച്ച് അവന് വേണ്ടി വോട്ട് തേടുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവന്റെ അച്ചാരമാക്കി ചാനൽ 4-ൽ വന്നിരിക്കുന്ന ND സഖ്യത്തിന്റെ നേതാവിന്റെ ഗതികേട് ഇന്ത്യയിൽ വേറൊരു പാർട്ടിക്കും ഇല്ല. കേട്ടല്ലോ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ വന്ന് മറ്റുള്ളവരെ പരിഹസിക്കാൻ. പിന്നെ കോൺഗ്രസ് പ്രതിനിധി അങ്ങ് കുറെ തവണ തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ശ്രമിക്കുകയുണ്ടായി. നല്ലത്. അങ്ങയുടെ നിലവാരവും അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലവാരവും അങ്ങ് ഇങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം, തർക്കഭേദമില്ല. അങ്ങയെ പൊള്ളിച്ച കാര്യേത കൂട്ടക്കോപ്പിയുടെ നടത്തി MG സർവകലാശാല ഡീവാർ ചെയ്ത അഭിഭാഷകനാണ് കുഴൽനാടനെന്ന് പറഞ്ഞാണോ അങ്ങയെ പൊള്ളിച്ചത്? ചരിത്രത്തിന് വായിക്കാൻ കഴിയുന്നതല്ല ആ വസ്തുത. കൂട്ടക്കോപ്പിയുടെ നടത്തി ഡീബാർ ചെയ്യപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൂണ്ടിക്കാട്ടി തോറ്റുപോയോ ജയിച്ചുപോയോ എന്ന് പറഞ്ഞാണോ പരിഹസിക്കുന്നത്? അതാണ് അങ്ങയുടെ നിലവാരമെങ്കിൽ വയനാട് MPയെ കാണുമ്പോൾ അങ്ങ് എന്താ വിളിക്കുന്നത്? അമ്മേട്ടി തോറ്റവനെ അങ്ങനെയാണോ വിളിക്കുന്നത്? അങ്ങയുടെ KPCC പ്രസിഡന്റ്, പഴയ പ്രസിഡന്റിനെ കാണുമ്പോൾ എന്താ വിളിക്കുന്നത്? എടക്കാട് 3 തവണ തോറ്റവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങയുടെ മുൻ പ്രതിപക്ഷ നേതാവ് ഈ കരിമണൽ കള്ളക്കടത്തുകാരിൽ നിന്നും കാശ് വാങ്ങി എന്ന് സമ്മതിച്ച രമേശ് ചെന്നിത്തലയെ കാണുമ്പോൾ കോട്ടയത്ത് തോറ്റവനെ അങ്ങനെയാണോ അങ്ങ് വിളിക്കാറുള്ളത്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഒന്നുമില്ലെങ്കിൽ എന്നെക്കാൾ കുറെ അധികം ഓണമുണ്ടതല്ലേ, കുറെ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് പക്വതയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേടൊന്നും അങ്ങേക്കില്ലല്ലോ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം, അല്പം കൂടെ പക്വതയോടുകൂടെ വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ക്ലാസ് എടുക്കാൻ, അതിനെ അഭിസംബോധന ചെയ്യാൻ. മാന്യതയുള്ള ചർച്ച നയിക്കപ്പെടുന്ന ഒരു വേദിയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് തർക്കമേതുമില്ല. ഉടുമുണ്ട് പൊക്കിക്കാണിക്കുന്ന യദുകൃഷ്ണന്മാരെ തോളിലേറ്റിക്കൊണ്ട് നടക്കേണ്ട ഗതികേടുള്ള രാഷ്ട്രീയ ഞരമ്പ് രോഗികളുടെ സംഘമല്ലേ
ഇത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് സംഭവിച്ചില്ലെങ്കിൽ മാത്രമാണ്, ഈ പ്രതികരണം അങ്ങയിൽ നിന്ന് വന്നില്ലെങ്കിൽ മാത്രമാണ് അങ്ങേക്ക് എന്തോ കുഴപ്പം പറ്റിയോ എന്ന് ഞാനും ഈ നാട്ടിലെ ചർച്ച കാണുന്ന ജനങ്ങളും ശങ്കിക്കുക. പിന്നെ ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമം പാസാക്കിയത്? അതിനുവേണ്ടി ഇവരുടെ ഇന്ന് കൈക്കൂലിപ്പണം കള്ളന്മാരുടെ തീന്മേശയിൽ നിന്ന് വാങ്ങി ഭുജിച്ചതാരാണ്? അങ്ങേക്കറിയില്ലേ? 2003 മെയ് മാസം 5-ാം തീയതി ആരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇന്ന് പത്തനംതിട്ട പാർലമെന്റ് സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്ത അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിയുടെ കാലം. മെയ് മാസം 5-ന്റെ ജിയോ എന്താണ്? ആങ്കർ മറന്നുപോയാലും ഞാൻ മറക്കില്ല. എന്താ ജിയോ? തൃക്കുന്നപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ നീണ്ടു നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ 13 ബ്ലോക്കുകളെ സ്വകാര്യ കരിമണൽ ഖനനത്തിന് എങ്ങനെ കോൺഗ്രസ് പ്രതിനിധി അങ്ങ് മൂടി വെച്ചാൽ അങ്ങ് കള്ളം പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഇത് കേൾക്കാതിരിക്കില്ല. മാതൃഭൂമിയുടെ പ്രേക്ഷകർ ഇത് അന്ധമായി അങ്ങയുടെ വാചകം വിശ്വസിക്കില്ല. 2003 മെയ് മാസം 5-ാം തീയതി ആലപ്പുഴയിൽ തൃക്കുന്നപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ നീണ്ടു പരന്നു കിടക്കുന്ന 13 പ്രദേശങ്ങളെ കരിമണൽ കൊള്ളക്കായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്ത് ജിയോ പുറത്തിറക്കിയ സർക്കാരിന്റെ പേരാണ്, ആ നേതാവിന്റെ പേരാണ് അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി ഗവൺമെന്റ്. ആ ജിയോ പുറത്തിറക്കിയതിന്റെ നന്ദിയായിട്ടാണ് CMR-ൽ നിന്ന് യുവമാരൊക്കെ പോയി ക്യൂ നിന്ന് കാശ് വാങ്ങിയത്. എന്നിട്ട് ആ കാശും വാങ്ങി കയ്യിൽ വെച്ചിട്ട് പോക്കറ്റിൽ വെച്ച് കള്ളപ്പണം വാങ്ങി കേസയിൽ വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ബന്ധമെന്നോ അതിനെതിരെ സമരം ചെയ്തവരാരാണ്? മെയ് മാസം 16 ആലപ്പുഴ ജില്ല മനുഷ്യക്കോട്ട തീർത്തു ഈ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിനെതിരെ. ആ മനുഷ്യക്കോട്ടയെ തുടർന്ന് പിന്നീട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? കേരളത്തിലെ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. അന്നത്തെ ആലപ്പുഴ MP ആയിരുന്ന VM സുധീരനായിരുന്നു. നിങ്ങളുടെ നേതാവായിരുന്ന MA ബേബി ഉണ്ടായിരുന്നു. അത് CPM-ന്റെയോ അല്ലെങ്കിൽ LDF-ന്റെയോ മാത്രം പരിപാടിയൊന്നും ആയിരുന്നില്ല. VM സുധീരൻ വലിയ നിലപാടെടുത്തു. UDF-ൽ അതിനെതിരെ ഫൈറ്റ് ചെയ്തു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അവർക്കിടയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതേ സർക്കാർ തന്നെ, ഇതേ അറക്കപ്പറമ്പിൽ ആന്റണിയുടെ സർക്കാർ തന്നെയാണ് ഈ ഖനന അനുമതി റദ്ദാക്കിയതും. ഓക്കെ, അപ്പൊ അലയടിച്ചുയർന്ന ബഹുജന പ്രതിഷേധമുണ്ടായി അല്ലേ? എന്നിട്ട് ആ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ നയസമീപനം വന്നപ്പോഴാണ്, പുതിയ വ്യവസായ നയം വന്നപ്പോഴാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ VS അച്യുതാനന്ദൻ 2006-ൽ കേരളത്തിൽ 99 സീറ്റിന്റെ അധികാരത്തോടു കൂടെ ഇവിടെ വന്നു. അതിനുശേഷം 2007-ലെ വ്യവസായ നയം താങ്കൾ പറയുന്നത് ശരിയാണ്. 2017-ൽ വേറൊരു വ്യവസായ നയമുണ്ട്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന്റെ സർക്കാർ കഴിഞ്ഞ് പിണറായി വിജയന്റെ സർക്കാർ വന്നതിന് ശേഷമുള്ളൊരു വ്യവസായ നയമുണ്ട്. ആ വ്യവസായ നയത്തിന്റെ ഇംഗ്ലീഷും അതിന്റെ മലയാളവും രണ്ടും രണ്ടാണ്. കോടതി വിധി ഇക്കാര്യത്തിൽ പരിശോധിച്ച് എന്താണ് എന്ന് വെച്ചാൽ തീരുമാനമെടുക്കും എന്ന് ഒരു ഭാഷയിൽ മാത്രം പറഞ്ഞ ഒരു പ്രത്യേക തരം ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ പ്രത്യേകതരം വ്യവസായ നയവും കേരളം കണ്ടിട്ടുണ്ട്. ആ കോടതി വിധിയെ സംബന്ധിച്ചല്ലേ കോട്ട് ചെയ്യപ്പെട്ടത്? കോടതി വിധിയെ സംബന്ധിച്ച് കോട്ട് ചെയ്യപ്പെടാൻ കാര്യം എന്തായിരുന്നു? കേന്ദ്ര ഗവൺമെന്റ് പിന്നീട് സ്വീകരിച്ച നയസമീപനത്തിൽ സ്വീകരിച്ച മാറ്റം എന്തായിരുന്നു? കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിലെ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നത് ധാതുമണൽ ഖനനം സ്വകാര്യ പൊതുമേഖലയിൽ മാത്രം പോരാ, കർത്താമാർക്കും കള്ളന്മാർക്കും ഞങ്ങൾക്ക് സംഭാവന ചെയ്യുന്ന കള്ളപ്പണക്കാർക്കും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ ജിയോ ഇറക്കിയത് പോഞ്ഞാതിട്ട് കേന്ദ്ര സർക്കാരിനോട് ഇവിടുത്തെ വ്യവസായ സെക്രട്ടറിയെ കൊണ്ട് കത്തയപ്പിച്ചവന്മാർ ആരാണ്? ഈ രാഷ്ട്രീയ ഞരമ്പ് രോഗികളുടെ സംഘമല്ലേ? ഈ കൂട്ട കോപ്പികൾ നടത്തി ഡീബാർ ചെയ്യപ്പെട്ടവന്മാരുടെ സംഘമല്ലേ? അവരല്ലേ കർത്താക്കന്മാർക്കും കള്ളപ്പണക്കാർക്കും വേണ്ടി കേന്ദ്രത്തോട് വാദിച്ചത്, അതിനുവേണ്ടി ജിയോ ഇറക്കിയത്? എന്നിട്ട് അവര് വന്നിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ച കേരളത്തിന്റെ ധാതുമണൽ ഖനന മേഖലയെ കൊള്ളന്മാർക്കും കൊള്ളപ്പണക്കാർക്കുമായിട്ട് വിട്ടുകൊടുക്കാതിരിക്കാൻ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തെ കുറ്റം പറയുന്നു. ഒറ്റവാചകം, അതായത് കോടതി വിധിയുടെ 24-ാമത്തെ പേജിലെ ആദ്യ ഖണ്ഡിക അവസാനിക്കുന്നത് സമയം കിട്ടുമെങ്കിൽ ഈ ഡീവാർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും അന്തസ്സുള്ള ഒരുത്തൻ അഭിഭാഷകനായി അങ്ങയുടെ സുഹൃത്ത് വലയത്തിലുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം, അവർ പറഞ്ഞു തരും. എന്താണ് അവസാന വാചകം പറയുന്നത്? അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു, ഓൺ ദാറ്റ് ബേസിസ് cannot presume that there is corruption. അതായത് ഈ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം, വസ്തുതകൾ പ്രകാരം നമ്മളുടെ അഭിഭാഷക ശങ്കരാടി കോടതിയിൽ കൊണ്ട് നടത്തിയ രേഖകൾ പ്രകാരം അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വിലയിരുത്താനാവില്ല. പറഞ്ഞു മുകളിലുള്ള കോടതി എന്താ പറയുന്നത് നോക്കാം.